ഹായ് പറ. ഹായ്. നാണം വന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഇന്നലത്തെ വ്ളോഗ് ഞാൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ, അത് ഓടുന്നു. ഞാൻ എൻ്റെ സബ്സ്ക്രൈബറെ കാണിച്ചു തരാം. വീട്ടിൽ പോയി കാണുന്ന നമ്മള് വീട്ടിൽ പോയി കാണുന്ന പറഞ്ഞപ്പോ ആള് നേരെ വീട്ടിലേക്ക് വന്നു. ഇങ്ങ് വാ ചേച്ചി. നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കൊച്ചാണ്. കൊച്ചിന് ഫോൺ ഇല്ലാത്തോണ്ട് നമ്മൾ അമ്മയുടെ ഫോണിൽ കാണും അല്ലേ? അമ്മേനെ വിളിച്ചേ. അമ്മ വരാൻ പറ. ഇതാണ് എന്റെ ആത്മാർത്ഥതയുള്ള സബ്സ്ക്രൈബർ. നമ്മൾ അങ്ങോട്ട് പോകുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇങ്ങോട്ട് വന്നു. എന്തായാലും എനിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ഇതേപോലെ വരാൻ ആഗ്രഹമുണ്ടോ? അതിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഇവര് വന്നപ്പോ പുഴയിലൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇവിടുത്തെ പുഴ കണ്ടിട്ടുണ്ടോ? നമുക്ക് എന്നാ ഒന്നുകൂടി പോവാം. അതെ, നമ്മുടെ നാടൊക്കെ കാണിച്ചു തരാം അല്ലേ? നാട് കാണാൻ പായോന്ന് പറ. നമ്മുടെ നാട് കാണാൻ പായോന്ന് പറ. ഇവര് ഇതാരാന്നറിയാമോ? നമ്മുടെ ഉണ്ണിച്ചേച്ചിയുടെ ചേച്ചിയാണേ. ഉണ്ണിച്ചേച്ചിനെ അറിയത്തില്ലേ നിങ്ങൾക്ക്? ഉണ്ണിച്ചേച്ചിയുടെ ചേച്ചിയാ ഇവര്. കോഴിക്കോട് നിന്ന് വന്നതല്ലേ? ആന്ന് പറ, കോഴിക്കോടാന്ന് പറ. ഓക്കെ. പപ്പനും മമ്മിയെല്ലാം പോയിട്ടോ. പിന്നെ ഇട്ടിട്ട് പോയി. സിംഹത്തിന്റെ പേരാണ് ലയൺ. അതെനിക്ക് ലയൺ എന്ന് പറഞ്ഞാണോ? സിംഹത്തിനെ കണ്ടോ? കണ്ടോ? ഞാൻ നേരത്തെ കൊണ്ടുവന്നല്ലേ നമ്മൾ സിംഹത്തെ തൊടുവൊക്കെ ചെയ്തില്ലേ? സിംഹത്തിനെ തൊട്ടില്ലേ കുഞ്ഞെ? പല്ലൊക്കെ ഉണ്ടില്ലേ? എത്ര പല്ലുണ്ട്? 3 2 12. ചെരുപ്പ് വേണോ? പിന്നെ ചെരുപ്പ് വേണോ? എവിടെയാ ചിറ്റേന്ന് വിളിച്ചേ? അച്ഛത്തെ വിളിക്കേ. ചിറ്റേന്നല്ലേ വിളിക്കുന്നേ? ചെറ്റേന്നാണോ? ചെറ്റേനെ വിളിക്കുന്നുണ്ട്. ഓടിച്ചു വിടുന്നു. നമുക്ക് പുഴ കണ്ടിട്ട് വരാം. നമുക്ക് പുഴ കാണാം. നീ വീടെടുത്ത നാളെ വന്ന കൊച്ചിന് എന്നോട് പറയാ പിന്നെപ്പാ. ABCD നാണം വന്ന കൊച്ചിന് ഏത് പാട്ട്? പറഞ്ഞേ പിടിക്കുന്നറ. അയ്യോ അങ്ങനെ ചാടല്ലേ. എന്നാ എന്റെ പേര് പറഞ്ഞേ. പേരെന്നാ ചേച്ചിയുടെ? ഒന്നുകൂടെ പറ. ഒറ്റക്കാലം ചിറ്റപ്പ, ചാണകക്കൊണ്ടിലെ ചിറ്റപ്പ, ഒറ്റക്കാലം ചാണകക്കൊണ്ടിലെ ചിറ്റപ്പ, എന്റെ പറമ്പിൽ വെള്ളത്തിൽ ചാടിയ നീന്തലും അറിയില്ലല്ലോ പുല്ല്. സത്യം. പാമ്പങ്ങാറ്റാണോ? മലമ്പാമ്പ്. മറ്റേ പെരുമ്പാമ്പൊക്കെ വരുവാടോ. ഹെഡ്സെറ്റ് ഉണ്ട്. എല്ലോ എന്ന് പറ. ഉണ്ടോ?
ഇല്ലേ? പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ? ആരാ പിന്നെ വരുന്നേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ പൊന്നപ്പൻ? ആരാ വരുന്നെന്ന് ചോദിച്ചേ? ആരേ? അതാരാ? അയ്മോനാണോ? അയ്മോനാണോ മൈമോനാണോ? എന്റെ സ്ഥലം കയ്യേറി നിന്റെ സ്ഥലം തരത്തില്ലാന്ന് പറ. നിന്റെ സ്ഥലം ഞാൻ തരത്തില്ലാന്ന് പറ. നിന്റെ സ്ഥലം ഞാൻ തരത്തില്ലാന്ന് പറ. ഇവിടെ ഇരുന്നോ? എണീക്കണ്ടേ? നീ പോടാന്ന് പറ. നീ നിന്റെ സീറ്റിൽ പോടാന്ന് പറ. നീ നിന്റെ സീറ്റിൽ പോടാന്ന് പറ. എന്നെ തൊടണ്ടാന്ന് പറ. എന്നെ തൊടണ്ടാന്ന് പറ. പോടാ, എന്റെ കൊച്ചിനെ തൊടണ്ട അല്ലേ? എന്നെ തൊടണ്ടാന്ന് പറ. നീ നിന്റെ സീറ്റിൽ പോവാൻ പറ. നീ നിന്റെ സീറ്റിൽ പോടാ. കുറച്ചല്ലേ, കുറച്ചധികം എഴുതിക്കും. അമ്മ വന്നേ, അമ്മ വന്നേ. പൊന്നപ്പൻ പുഴ കടന്നു. എവിടെ എത്തി പൊന്നപ്പ? ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല വെള്ളത്തിൽ ഇറങ്ങിയപ്പോ. നമ്മൾ അന്ന് നീർനായനെ കണ്ട സ്ഥലമാണ് കൈസ അവിടെ. പക്ഷെ ഇന്ന് നമുക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. ആരെങ്കിലും ഒന്ന് പോയി നോക്കാവോ ഉണ്ടോന്ന്? ആരെങ്കിലും കടിച്ചാൽ അവിടെ നീർനായ ഉണ്ടെന്ന് അർത്ഥം. പൊന്നപ്പൻ എന്നാ സന്തോഷാന്ന് പൊന്നപ്പ ഹായ് പറഞ്ഞ പൊന്നപ്പ. പൊന്നപ്പ ഇങ്ങ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? അയ്യോ, നമ്മളന്ന് നീർനായനെ കാണാൻ ഇവിടം വരെയാണ് കൈസ് വന്നത്. ആ വെയില് കണ്ടോ നിങ്ങളവിടെ? അവിടെ അവളെല്ലാം ശരിക്കും ചൂട് കുറവാണ്. നടത്തം കണ്ടോ? ഇത്ര കൂളായിട്ടാ അല്ലേ? ഇത്ര കൂളായിട്ടാ. വലിയ ആൾക്കാര് നടക്കുന്ന പുഴ ചാടിയിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞേ? കൊള്ളാമോ? ക്യാമറ ഉണ്ടോ? നമ്മൾ ആദ്യമായിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. കല്ലൂരു ഇങ്ങനെ ആയതാ. എന്നാ കല്ലാ വേണ്ട കൊച്ചിന്? വലിയ കല്ല് വേണോ കുഞ്ഞിക്കല്ല് വേണോ? തണുപ്പുണ്ട്. നോക്കിക്ക മീൻ ഇതാ മിനുസമായി. വെള്ളം വന്ന് അടിച്ചടിച്ച് കല്ല് വരെ മിനുസായി ഗൈസ്. പൊന്നാപ്പി സൂപ്പ്. അപ്പന്റെ കാലിലോട്ട് തന്നെ ഇടണം. തൂങ്ങ അവിടെ കൊണ്ടേ വെച്ചേക്കല്ലേ? അവിടെ കുറ്റിയുണ്ട്, അവിടെ കുറ്റിയുണ്ട്.
ചവിട്ടണം നീ. ഏതൊരു സിനിമയിലെ മറ്റേ ഇവൻ നടക്കില്ലേ സലീം കുമാർ പോയില്ലേ നേരെ കയറിക്കോ. അതിനുള്ളിൽ ഒരാൾ പെട്ടാ പിന്നെ പിന്നെ ഇവരിങ്ങനെ രക്ഷാപ്രവർത്തകർ പോയില്ല. ഇന്ത്യയില് അതായത് രക്ഷാപ്രവർത്തനം അതായത് വീണ് പോയിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താത്ത 2 സ്ഥലങ്ങളിൽ ഒന്നാണ്. മറ്റെന്താ അവിടെ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ പോയാൽ അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പോരുക. അങ്ങനെയാ പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് അവിടെ ആൾക്കാർ ഇറങ്ങും ഇതിനുള്ളിൽ ഇറങ്ങാൻ പറ്റില്ല. ഇതിനുള്ളിൽ ഇറങ്ങാൻ എതിലേക്കാ പോകുന്നതെന്ന് കാണാൻ പറ്റില്ല. അതിനുള്ളിൽ ഇതുപോലത്തെ ഒരു പുഴയാ. ഈ വെള്ളം വീഴുന്ന സ്ഥലമില്ലേ, വീണിട്ട് ഇതുപോലെ ഒരു കാണാൻ പറ്റില്ല അടിയിലൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങോട്ടുള്ള എൻട്രൻസ് ഇല്ലെന്ന് തോന്നുന്നു. എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തോ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടായിരുന്നു ഉരക്കുഴിയിലേക്കൊക്കെയുള്ള എൻട്രൻസ്. ഞാൻ തന്നെ പോയത് കഴിഞ്ഞ കൊല്ലം നമ്മള് പോയില്ലേ ജയിനെ? അതാ ഞാൻ ആദ്യമായിട്ട് പോയത് അവിടെ. അതിലുണ്ടല്ലോ മഴക്കാലത്ത് ഒരു പുഴ ഇങ്ങനെ അതിലൂടെ വീഴൂലേ, അല്ലെങ്കിൽ വീണിട്ട് അത് മൊത്തം വെള്ളം മൊത്തം തെറിച്ചിങ് വരും. അവിടുന്ന് ഫുള്ള് നല്ല രസമാണ്. അവിടെ എപ്പോഴും മഴ പെയ്യുന്ന ഫീലാണ്. തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് അടിക്കും. നിങ്ങൾ ആ കക്കയം ഡാമിന്റെ അവിടം വരെ പോയി, അതിന്റെ മുകളിലേക്ക് പോയില്ല. നമ്മൾ ആ വഴി അങ്ങോട്ട് ഒരു ഹോട്ടലൊക്കെ ഇല്ല, അത് കഴിഞ്ഞ പാടെ ഒരു ലെഫ്റ്റ് സൈഡില് ഒരു ഓറഞ്ച് പെയിന്റ് അടിച്ച കടകളൊക്കെ അത് കണ്ടോ ചക്ക കണ്ടോ? അതാണ്ട് അതിനിടയ്ക്ക് കണ്ടോ ചക്ക കണ്ടോ? ഞങ്ങൾ എറിഞ്ഞു പറിക്കൽ ഞങ്ങളുടെ ഒരു വിനോദമായിരുന്നു അത്. പപ്പായക്കാണ്. പപ്പായ പബ്ലിക്കായിട്ടൊക്കെ നാറ്റിക്കുന്നത്. പള്ളിയുണ്ട് ബേക്കറിയിലൊക്കെ ഇതേ പൊട്ടം പോടും. ഞാൻ മാത്രം അങ്ങനെ പറയരുതേ. നമ്മളെന്താന്നറിയാം, നമ്മൾ ഓൾറെഡി കണ്ട സാധനല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ വിടും. അങ്ങനെ വിടരുത്, നമ്മളെ കാണണം. ഞാൻ മെയിനായിട്ട് നിങ്ങളെയൊക്കെ കാണാലോ, അതുകൊണ്ടാണ് ഞാൻ പൊന്നെ അങ്ങോട്ട് നോക്കിക്കേ. ഒക്കെയാണ് പൊന്നിന്റെ വിനോദങ്ങൾ. എന്നിട്ട് നമ്മുടെ താരമാരാണ് ഫാനൻ. നിന്നെ എടുത്തോണ്ട് ഞാൻ നനയൂലോ. നനയാൻ വേണ്ടി എല്ലാവർക്കും കളി കളിച്ചു. മൂക്കിലൊന്നും വെള്ളം ആക്കല്ലോ കേട്ടാ. ഓടിക്കും പൊന്നെ നനച്ച് ചെല്ലുന്നതിന്. വേണ്ട വേണ്ട. നീ ജയിൻ്റെ ഞങ്ങൾക്കാ പേടി. ഒരു കൈയുള്ളത് നല്ലതാ. ഇല്ല വൈക. ബൈ. പണി നമുക്ക് പോണ്ടേ? 3 മണിക്കാൻ പറഞ്ഞിട്ടില്ലേ? പറ്റൂലേ? നമ്മൾ പുഴയിലൊക്കെ പോയി വന്നിട്ട് തിരിച്ച് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതായത് ഇവർ ഉണ്ണി ചേച്ചിയൊക്കെ എടുത്തോട്ടും ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്കും പോവാണ്. അപ്പം അവിടുന്ന് ആ മണ്ണിട്ട റോഡിലേക്കാണ് അവർ വീട്ടിലേക്ക് പോകുന്ന വഴി. നമ്മൾ നേരെ റോഡ് വഴി പോകണം. അപ്പം പൊന്നൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണ്. ഇനിയിപ്പം ഇവരിന്ന് വൈകുന്നേരം പോകും, അന്നത്തെ ദിവസം വൈകുന്നേരം പോകും. അപ്പോൾ പിന്നെ കാണത്തില്ല. അപ്പോൾ പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാണ്. പിന്നെ അവിടെ പൊന്നന് ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു. ആ പൂവൊക്കെ പൊന്നന് പൊട്ടിക്കണം, എന്നിട്ട് പൊന്നനെടുത്തത് ചെവി വെക്കണം. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പൊന്നൻ്റെ ആഗ്രഹങ്ങൾ. അങ്ങനെ പൊന്നൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ അവർ വീട്ടിലേക്ക് പോയി. നമ്മളും വീട്ടിലേക്കൊക്കെ പോയി. ആ പൊട്ടിച്ച പൂവെടുത്ത് പൊന്നനപ്പോൾ ചെവി വെക്കണേ. അപ്പോൾ എബിനത് ചെവിയിൽ വെച്ച് കൊടുക്കുക പൊന്നന്. എന്നിട്ട് പൊന്നന് ഭയങ്കര സന്തോഷമായി ചെവിയിലൊക്കെ വെച്ചപ്പോൾ. അവൾ ഹായ് ഒക്കെ പറയാം. ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവളപ്പോൾ തന്നെ ഹായ് ഒക്കെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതിലേക്കും ബൈ.